നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവെ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വാതിലുകളെ തുറക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കേണ്ടത് പോലെ സംസാരിപ്പാനായിട്ട് എന്റെ നാവോട് കൂടെ ഇരിക്കണം. നിന്റെ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടുവാൻ ഇടയാക്കണം. പുത്രന്റെ നാമത്തെ ഉയർത്തണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വീണ്ടും മുഖവരകളൊന്നും പറയുന്നില്ല. ഇന്ന് രാത്രി കർത്താവിനെ ഏൽപ്പിച്ച ചിന്തയിലേക്ക് വേഗത്തിൽ ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തിരുവഴുത്തുകൾ കർത്താവ് എന്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പുറപ്പാട് പുസ്തകം ദൈവവചനത്തിന്റെ ചിന്തകളാൽ വളരെ സമ്പുഷ്ടമായ പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ദൈവസഭയിലും അതുപോലെ തന്നെ കർത്താവിനെ അയക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം തുടർമാനമായി പുറപ്പാട് പുസ്തകം പഠിപ്പിക്കുകയും അതിൽ നിന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിലും അതേ പുസ്തകത്തിൽ നിന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ ഒന്ന് വേഗത്തിൽ ഞാനത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. അത് വലിയൊരു അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ശ്രദ്ധ പുറപ്പാട് പുസ്തകത്തിലേക്ക് തിരിക്കാം. പുറപ്പാട് പുസ്തകം എന്ന പുസ്തകത്തിന്റെ പേര് പുറപ്പാടെന്നാണ്. ആമേ. ഒരു കൂട്ടം ജനം അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്ന സംഭവങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അക്കമിട്ട് നിർത്തുന്ന ഒരു പുസ്തകം എന്നുള്ള രീതിയിലാണ് പുസ്തകത്തിന് പുറപ്പാടെന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി അതിന് പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഇതിനൊരു അങ്ങനെ പേര് വന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു കൂട്ടം ജനം പുറത്തു വന്നതുകൊണ്ട് അതിനെ പുറപ്പാടിന്റെ പുസ്തകം എന്ന് വിളിക്കുന്നു. അത് ഒരു രീതിയിൽ ശരിയാണെങ്കിൽ പോലും ആഴത്തിലൊന്ന് നോക്കിയാൽ ദൈവത്തിന്റെ ഇടപെടിയിൽ തന്റെ ജനത്തോട് ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം ഒരു കൂട്ടം ജനത്തെ മരുഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കേണ്ടതിന് വേണ്ടി വേർതിരിക്കുന്ന, ദൈവത്തോട് അടുത്തു വരാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ വിളിക്കുന്ന ദൈവിക ഇടപെടലിന്റെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞാൽ, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരു എൻകൗണ്ടറിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒരു കൂട്ടം ജനത്തോട് ദൈവം പറയുകയാണ്, പുറപ്പാട് പുസ്തകത്തിന്റെ കാതലായ വേദപുസ്തക സത്യം എന്ന് പറയുന്നത് ഒരിക്കലും മിസ്രൈമിൽ നിന്ന് ഒരു കൂട്ടം ജനം പുറപ്പെട്ടു വരുന്നതല്ല. അതിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് ചെങ്കടൽ രണ്ടായതല്ല. അതിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് വിക്കനായ തടിച്ച നാവുള്ള എല്ലാവരും എഴുതി തള്ളിയ 40 വർഷമായിട്ട് അഡ്രസ് ഇല്ലാത്ത, ആധാർ കാർഡ് ഇല്ലാത്ത, റേഷൻ കാർഡ് ഇല്ലാത്ത മോശ ഒരു ദിവസം ഒരു ഹീറോയെ പോലെ തിരിച്ചു വന്ന് പറവോനെയും സൈന്യത്തെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ റൈറ്റ് ഹാൻഡ്, ദൈവത്തിന്റെ വലം കൈ എന്നുള്ള രീതിയിൽ വന്ന് ദൈവത്തിന്റെ സഹായത്തോടു കൂടി വലിയ ഹീറോയിക് ആയിട്ടുള്ള ഒരു വലിയ നായക പരിവേഷമുള്ള ഒരു കഥാപാത്രമായി മോശ പെട്ടെന്ന് മാറുന്നതുമല്ല പുറപ്പാട് പുസ്തകത്തിന്റെ കാതലായ വിഷയം. പുറപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത് 400 വർഷമായിട്ട് ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി കൊതിച്ചിരുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം എതിർപ്പെടുന്ന, ദൈവം സന്ദർശിക്കുന്ന, ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം. പുറപ്പാട് പുസ്തകത്തിലെ മേജർ തീം അത്ഭുതമല്ല, മോശയ്ക്ക് മുമ്പിൽ വെളിപ്പെട്ട അത്ഭുതങ്ങളല്ല, ചെങ്കടൽ രണ്ടായതല്ല, ഇതൊന്നും അല്ല പുറപ്പാട് പുസ്തകത്തിലെ പ്രധാന കാരണം. പുറപ്പാട് പുസ്തകത്തിലെ പ്രധാന തീം, താക്കോൽ വാക്യം എന്ന് പറയുന്നത് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഒന്ന്. രണ്ടാമത്തത്, യഹോവ പറഞ്ഞു മരുഭൂമിയിൽ ഒരു ഉത്സവം ആചരിക്കേണ്ടതിന് ജനവുമായി മരുഭൂമിയിലേക്ക് വരിക, അവിടെ ഞാൻ അവരോട് മുഖാമുഖമായി സംസാരിക്കും. ഒന്ന്, ദൈവത്തെ ആരാധിക്കേണ്ടത് വണ്ണം ആരാധിക്കാൻ കഴിയാതെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വേണ്ടുവണ്ണം ആകേണ്ടത് പോലെ ആകാൻ കഴിയാതെ എന്തിലൊക്കെയോ തളയ്ക്കപ്പെട്ട്, എന്തിലൊക്കെയോ പെട്ട് ഊഴിയ വിചാരകന്മാരുള്ള വേല നിമിത്തം അവരുടെ ജീവിതം അത്യന്തം കയ്പായി എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ശ്രദ്ധിച്ചേ, പലപ്പോഴും ഇങ്ങനെയല്ലേ നമ്മുടെ കാര്യം?
ഈ ലോകത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ശാസനയിൽപ്പെട്ട് അവരുടെ കഠിന ശിക്ഷയിൽപ്പെട്ട് അവരുടെ നിഷ്കർഷകളുടെ പുറകെ പോയി നമ്മൾ പലപ്പോഴും പലതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോവുകയാണ്. ഇന്ന് നമ്മൾ മിക്കവാറും സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരിമാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. ഈ ദിവസങ്ങളിൽ മെഡിക്കൽ ഫീൽഡിൽ പോലും ഉണ്ട്, നമ്മൾ കേൾക്കുന്ന വാക്കുണ്ട് ടാർഗറ്റ്. ടാർഗറ്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളവരൊന്ന് കൈ നോക്കാമോ? കുറച്ചു പേരെ ഉള്ളു. ടാർഗറ്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. ടാർഗറ്റ് തികയ്ക്കാനായിട്ടുള്ള ഓട്ടം. ഇത് നിങ്ങൾ വിചാരിക്കും ഈ 2025 ഇവർ പുതുതായിട്ട് കണ്ടുപിടിച്ചതാണ്. അല്ല. പുറപ്പാട് പുസ്തകം നോക്കിയാൽ ഫറവോൻ പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് നാളെ തൊട്ട് നിങ്ങൾക്ക് താളടി തരത്തില്ല, വൈക്കോല് തരത്തില്ല, നിങ്ങൾ തന്നെ വൈക്കോല് കണ്ടെത്തി ഇഷ്ടിക ഉണ്ടാക്കണം. എന്നാൽ അന്നത്തെ ദിവസത്തെ എത്രയാണോ കണക്ക് അത് തികയ്ക്കുകയും വേണം. ഇംഗ്ലീഷ് ബൈബിളിൽ കോട്ട എന്ന് തന്നെയാണ്, ടാർഗറ്റ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് റോ മെറ്റീരിയൽ തരത്തില്ല, പക്ഷെ നിങ്ങൾ ഇന്നത്തെ ടാർഗറ്റിൽ ഒരു ഇഷ്ടിക പോലും കുറയാതെ പണിയുകയും വേണം. അപ്പോ എന്റെ അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു, പിശാചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ കൈ പുതിയ പരിപാടികൾ തന്ത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല. പഴയ കുറച്ച് നമ്പറുകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി വിടുന്നു. ആമേൻ, സ്വത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മോഡിഫിക്കേഷൻ എല്ലാം ഇല്ലീഗലാണ്. ഞാൻ വചനത്തിൽ നിന്ന് മാത്രമല്ല സാഹചര്യങ്ങളിൽ നിന്ന് തെളിയിച്ചുതരാം. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ പുതിയ കാറുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് കുറച്ചും കൂടെ അറിയാമായിരിക്കും. നമ്മുടെ പിള്ളേരെല്ലാം കാറും ബൈക്കും ഒക്കെ മേടിക്കും, എന്നിട്ട് അതിന്റെ സൈലൻസറിന്റെ അറ്റം മുറിച്ച് വലിയ സൗണ്ട് ഉള്ള എക്സോസ്റ്റ് ആക്കും. എന്ന് അതിന്റെ മുകൾ വശത്ത് ഇല്ലാത്ത ലൈറ്റ് എല്ലാം പിടിപ്പിക്കും. ഒരു ദിവസം പോയിട്ട് വന്നപ്പം പറഞ്ഞു, അമ്മേ ഒരു 5000 രൂപ തരാമോ? എന്തിനാ മോനെ? ഫൈൻ അടയ്ക്കാൻ. എന്തിനാ? MVD പിടിച്ചു. അതിന് നിനക്ക് ലൈസൻസ് ഉണ്ടല്ലോ. ലൈസൻസ് ഉണ്ടമ്മ. പിന്നെന്തിനാ MVD പിടിച്ചത്? നീ സ്പീഡിൽ ഓടിച്ചോ? ഇല്ല അമ്മ, സ്പീഡ് ലിമിറ്റിലാ ഓടിച്ചത്. പിന്നെന്തിനാ പിടിച്ചേ? മോഡിഫിക്കേഷൻ നടത്തിയതിന് MVD പിടിച്ചു, 5000 രൂപ ഫൈൻ അടച്ചു. കൊടുത്ത ചിലർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, മോഡിഫിക്കേഷൻസ് ഈ ലോകം അനുവദിക്കുന്നില്ല. ഇറ്റ്സ് ഇല്ലീഗൽ. ദൈവത്തിന്റെ ഒറിജിനൽ ഡിസൈനിൽ നിന്ന് എപ്പോഴും മോഡിഫിക്കേഷൻസ് വരുത്താനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നന്മ തിന്മകളെ കുറിച്ച് അറിവില്ലാത്തവനായി നന്മയെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും നന്മയെക്കുറിച്ച് മാത്രം പ്രവർത്തിക്കാനും നന്മയെക്കുറിച്ച് മാത്രം ഹൃദയത്തിനകത്തെ എത്ര പേരുടെ വീട്ടിൽ റേഡിയോ ഉണ്ട്? റേഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. മിക്കവാറും എല്ലാവർക്കും റേഡിയോ അറിയാം. ഈ റേഡിയോക്കകത്ത് പഴയ റേഡിയോക്കകത്ത് ഒരൊറ്റ സിംഗിൾ ഫ്രീക്വൻസി ഉണ്ടായിരുന്നുള്ളൂ. പുതിയ റേഡിയോ വന്നപ്പോഴാണ് AM FM ഒക്കെ വന്നത്. ആമേ. ഞാൻ പണ്ട് തിരുവല്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. തിരുവല്ലയില് FM റേഡിയോ കിട്ടത്തില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ FM റേഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആപ്പിളിന്റെ ഫോൺ പോലത്തെ സംഭവമാണ് FM റേഡിയോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിക്കും എങ്ങനെങ്കിലും ഒന്ന് എറണാകുളം വരെ വന്നാൽ എറണാകുളത്തിന്റെ പരിസരത്തിലെ FM റേഡിയോക്ക് റേഞ്ച് ഉള്ള FM റേഡിയോ കേൾക്കാമായിരുന്നു. ആ മനുഷ്യത്രം ഈ പറഞ്ഞതുപോലെ ഞാൻ ഇത്ര ഉദാഹരണം പറയുന്നത് എന്നറിയാമോ? വചനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇതിന്റെ ആ ഒരു തീം നമ്മുടെ ഉള്ളിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാ. ശ്രദ്ധിച്ചേ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഫ്രീക്വൻസിയിൽ നിന്ന് മാത്രം നന്മ മാത്രം സ്വീകരിക്കാനുള്ള സിസ്റ്റം ഉള്ളിലുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന്റെ ഉള്ളിൽ ദൈവം പറഞ്ഞിട്ടില്ലാത്ത ഒരു മോഡിഫിക്കേഷൻ വരുത്താനായിട്ട് അവനെ പ്രേരിപ്പിച്ചതും ഉപായത്താൽ ഹവ്വയെയും ആദമിനെയും ഒരുപോലെ ചതിച്ചതും പിശാചാണ്. എല്ലാ മോഡിഫിക്കേഷനുകളും, ദൈവത്തിന്റെ വചനത്തോടുള്ള കൂട്ടലുകളും കുറച്ചിലുകളും, ദൈവത്തിന്റെ യഥാർത്ഥ അറിവിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന എല്ലാ മോഡിഫിക്കേഷനും ദൈവമക്കളെ ഇന്ന് രാത്രി പിശാചിൽ നിന്ന് വരുന്നതാണ്. അതിനെ കണ്ട് വഴിമാറി, അതിനെ കണ്ടുണർന്ന് അതിനെ തട്ടിമാറ്റി മുമ്പോട്ട് പോകാനുള്ള ദൈവകൃപ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓരോരുത്തർക്കും കൈമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, അപ്പോ ഇവരുടെ ജീവിതം അത്യന്തം കയ്പാക്കേണ്ടതിന് ഇവരെ ഊഴിയ വിചാരകന്മാരുടെ വിചാരണ കേൾപ്പിച്ച് ഇവരെ കൊണ്ട് ഊഴിയ വേല ചെയ്യിപ്പിച്ച് അടിമവേല ചെയ്യിപ്പിച്ച് ഇവരെ
ഇവരുടെ ജീവിതം കൈപ്പാക്കി. ആമേൻ. ശ്രദ്ധിച്ചേ, ഇവരുടെ ജീവിതം കൈപ്പാക്കിയിട്ടും ഇവരുടെ ജീവിതം മൊത്തത്തിൽ അവരുടെ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും ദൈവം ഇവരെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ മറന്നില്ല. ഒരൊറ്റ കാര്യം, ഇന്ന് രാത്രിയിൽ ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ നടുവിൽ ചെയ്യും, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ചെങ്കടലിൽ പിളരുന്നതും ഫറവോനെ സൈന്യത്തെ മുക്കിക്കളയുന്നതും കൽമഴയും വെട്ടിൽ കിളിയും കടിഞ്ഞൂൽ സംഹാരവും എല്ലാം സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇന്ന് രാത്രി കഴിഞ്ഞ തലമുറയ്ക്ക് വെളിപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഉയർന്ന നിലവാരത്തിൽ ഈ തലമുറയിൽ ചിലർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടെ ദൈവം ചിലരെ ഇന്ന് രാത്രി കൂട്ടിമുട്ടാൻ ആഗ്രഹിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. എന്നെ ഒരു നിമിഷം ശ്രദ്ധിച്ച് കേൾക്കണേ. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. എങ്ങനെയാ സംസാരിച്ചേ? അബ്രഹാമിനോട് ദൈവം സംസാരിച്ചപ്പോൾ, ദൈവം ആദ്യം സംസാരിച്ചപ്പോൾ അബ്രഹാം ഒരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അബ്രഹാമേ, നിന്റെ പിതൃഭവനത്തെ, ചാർച്ചക്കാരെ, നിന്റെ സ്വദേശത്തെ ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന പട്ടണത്തിലേക്ക് നീ എന്ത് ചെയ്യാൻ പുറപ്പെടാൻ ഒരു ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവൻ അബ്രഹാം. അബ്രഹാമിനോട് പിന്നെ ദൈവം സംസാരിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വരുത്തി. എന്നിട്ട് ദൈവം അവിടെ പ്രത്യക്ഷനായി അബ്രഹാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് അബ്രഹാമിന്റെ ഉപബോധ മനസ്സിനോട് സംസാരിച്ചു. ശരിയല്ലേ? നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതിനുശേഷം അബ്രഹാമിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാർ, നമ്മൾ വിശ്വസിക്കുന്നു, പണ്ഡിതാക്കൾ പറയുന്നു വന്ന 3 പുരുഷന്മാർ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായിക്ക് നിഴലാണെന്ന് പറയുന്നു. പക്ഷെ 3 പുരുഷന്മാർ മനുഷ്യരൂപത്തിൽ അബ്രഹാമിന്റെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സ്വപ്നത്തിൽ ശബ്ദത്തിലൂടെ ഒരു അശരീരിയായി ഒരു സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യ രൂപത്തിലൊക്കെയാണ് ദൈവം അബ്രഹാമിനോട് ഇടപെട്ടത്. അടുത്ത നിലവാരത്തിലുള്ള ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് യാക്കോബിനാണ്. യാക്കോബ് ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിച്ചു. അവൻ ദൈവവും അവനുമായിട്ട് ഇടപെടലുണ്ടായി. അവൻ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം ഇദ്ദേഹം കാണുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് വീണ്ടും ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നത് യാബോക്ക് എന്ന കടവിൽ വെച്ചിട്ടാണ്. യാബോക്ക് എന്ന കടവിൽ വെച്ചിട്ട് ഒരു മനുഷ്യനോട് മല്ല് പിടിക്കുന്നത് പോലെ ഒരു ദൈവദൂതനോട് മല്ല് പിടിച്ചു. അതിനകത്ത് പ്രകൃതിയാതീതമായ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യാക്കോബിന്റെ കാലിന്റെ തൊടയിൽ ഈ ദൂതൻ തൊട്ടു, അവന്റെ കാൽ ഉളുക്കിപ്പോയി. അല്ലാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു എലമെന്റും നമ്മൾ അവിടെ കാണുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ സീനായ് പർവ്വതത്തിലേക്ക് വരണം. ദൈവം അവരുടെ മുമ്പിൽ ഭയങ്കര തീയോടും 19-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, ഈ വാക്യമല്ല എന്റെ കുറിവാക്യം, ഞാൻ പക്ഷെ നമ്മളെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി മാത്രം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. 3-ാമത്തെ ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴുക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. യഹോവ തീയിൽ, 18-ാമത്തെ വാക്യം, യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവൻ പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച്, അബ്രഹാമിനോട് സ്വപ്നത്തിൽ സംസാരിച്ച ദൈവം, അബ്രഹാമിനോട് ഉറക്കത്തിൽ സംസാരിച്ച ദൈവം, യാക്കോബിനോട് സ്വപ്നത്തിൽ സംസാരിച്ച ദൈവം, അബ്രഹാമിന്റെ വീട്ടിൽ സാധാരണ 3 മനുഷ്യന്മാരെ പോലെ ദൈവദൂതന്മാർ എല്ലാ മഹത്വവും മാറ്റിവെച്ച് സാധാരണ മനുഷ്യരെ പോലെ അബ്രഹാമിന്റെ വീട്ടിൽ ഇറങ്ങിയ ദൈവം കൊച്ചുമക്കളെ കാണാൻ ഇറങ്ങി വന്നപ്പോൾ
പർവ്വതം ഇടിമുഴക്കവും മിന്നലും കൊണ്ട് കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും കൊണ്ട് പർവ്വതം മുഴങ്ങി, ജനമെല്ലാം നടുങ്ങി. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവൻ പുക കൊണ്ട് മൂടി. അതിലെ പുക തീ ചുള പോലെ പൊങ്ങി, പർവ്വതമൊക്കെ ഏറ്റവും കുലുങ്ങി. പിതാക്കന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത രീതിയിൽ, ഇതിനു മുമ്പ് ആർക്കും വെളിപ്പെടാത്തൊരു തലത്തിൽ ദൈവം ഒരു കൂട്ടം ജനത്തിന് തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവരെ ഇന്ന് പിശാച് കുടുക്കി വെച്ചിരിക്കുന്ന എല്ലാ കുടുക്കുകളിൽ നിന്നും ദൈവം അവരെ പുറത്തെടുക്കാൻ തീരുമാനിച്ചിട്ട് ആ പദ്ധതിയെ ദൈവം തന്റെ ദാസനിലൂടെ പുറത്തെടുത്ത പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. അപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി എന്നോട് ചോദിച്ചാൽ, ബെഞ്ചമിൻ പാസ്റ്ററെ എന്താണ് പുറപ്പാട് പുസ്തകം എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയും, ഇത് വെള്ളം രക്തമായ പുസ്തകമല്ല, ഇത് ചെങ്കടൽ രണ്ടായ പുസ്തകമല്ല, ഇത് ഫറവോനും സൈന്യവും മുങ്ങിത്താണ പുസ്തകമല്ല. ഇത് കഴിഞ്ഞ തലമുറയ്ക്ക് വെളിപ്പെടാതിരുന്ന ഒരു ദൈവമഹത്വത്തിന്റെ ഉയർന്ന തലം ഒരു പുതിയ തലമുറയ്ക്ക് ദൈവം കൈമാറ്റം ചെയ്ത അടുത്തൊരു കാലഘട്ടത്തിന്റെ അടുത്തൊരു ഉടമ്പടിയുടെ തുടക്കമാണ് പുറപ്പാട് പുസ്തകം. യേശുവിന്റെ നാമത്തിൽ ജയം ഉണ്ടാകട്ടെ. ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഇതുവരെ പലർക്കും മറഞ്ഞു കിടന്ന, ഇതുവരെ പലർക്കും തുറന്നു കിട്ടാത്ത ഒരു ദൈവമഹത്വത്തിന്റെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ, നിങ്ങളെ കൈപിടിച്ചു കയറ്റാൻ, നിങ്ങളെ ഇന്ന് രാത്രിയിൽ അടുത്തൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ദൈവമഹത്വം ആ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മാക്സിമം കാണാൻ സാധിക്കുന്നത് വെള്ളം രക്തമാകുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം കാണാൻ സാധിക്കുന്നത് വടി താടിയിട്ടാൽ പാമ്പാകുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം കാണാൻ സാധിക്കുന്നത് തവളയും പേനും മൃഗവ്യാധിയും പുണ്ണുമൊക്കെയാണ്. പക്ഷെ പർവ്വതം നിറയ്ക്കുന്ന ദൈവമഹത്വം കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെക്കൊരു പുറപ്പാട് തന്നെ ദൈവത്തിന് മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ ഹൃദ്യമായി അവളോട് സംസാരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ചിലരെ ദൈവത്തിന് പുറപ്പെടുവിക്കണം. ചിലരൊരു എക്സഡസിന് വേണ്ടി തയ്യാറാകുക. കാരണം നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവമഹത്വത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഗെറ്റ് റെഡി, പുറപ്പെടാൻ തയ്യാറാകുക. ദൈവം നിങ്ങളുടെ ലൊക്കേഷനെ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആത്മതലത്തിൽ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഭൗമതലത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അങ്ങനെ ദൈവം ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ദൈവമേ, സാധാരണഗതിയിൽ ഈ കഷ്ടപ്പാടിലിരിക്കുന്ന ജനത്തോട് ചോദിച്ചാൽ, എനിക്കൊരു ബുദ്ധിമോശം സംഭവിച്ചു, എനിക്കൊരു വലിയ കടബാധ്യത വന്നു, എനിക്കൊരു വലിയ രോഗം വന്നു, എനിക്കൊരു സങ്കടകരമായ അവസ്ഥ വന്നു. സാധാരണഗതിയിൽ ഞാൻ പറയാൻ സാധ്യതയുള്ള വാക്കാണിത്, എനിക്ക് സംഭവിച്ച, ഞാൻ എടുത്ത തെറ്റായ തീരുമാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെ, ഇന്ന് രാത്രിയും എന്നെ കേൾക്കുന്ന ചിലര് ഈ വാക്ക് പറയുന്നുണ്ട്, ഞാൻ എടുത്തൊരു തെറ്റായ തീരുമാനം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കളെ, തീർച്ചയായും തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. പ്രാർത്ഥനയോടെ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ചില കാര്യങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ സഭയിൽ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ ഞങ്ങളുടെ വിശ്വാസികളോട് ചോദിച്ചു, നാളെ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയെന്നിരിക്കട്ടെ, എനിക്ക് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, മമ്മിയുണ്ട്, അനിയനുണ്ട്. നാച്ചുറലി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും? പക്ഷെ എത്രയും വേഗം അവർക്കൊരു അമേരിക്കൻ പാസ്പോർട്ട് അടിച്ചു കൊടുത്ത്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫ്ലൈറ്റിന്റെ പേര് എയർഫോഴ്സ് 1 എന്നാണ്. എയർഫോഴ്സ് 1 ഇവിടുത്തെ ഡൽഹിയിലോട്ട് വല്ലതും അയച്ച് അവരെ എത്രയും വേഗം അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. ശരിയല്ലേ? ഞാനിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ, എന്തിനാ പിന്നെ ഞാൻ അവരെ നാട്ടിൽ നിർത്തുന്നേ? നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഭക്ഷിക്കാൻ ഒരു സാധനം കിട്ടാത്ത വലിയ ക്ഷാമമാണെന്നിരിക്കട്ടെ, അമേരിക്കയിൽ നിറച്ച് ഫുഡും എന്ത് ചെയ്യും? നാച്ചുറലി ഞാൻ എന്ത് ചെയ്യും? ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ പോലും ഞാൻ അമേരിക്കയുമായി എനിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കടം മേടിച്ചിട്ടാണെങ്കിലും ഇവരെ എല്ലാം ഈ ദുരിതം എന്നുള്ള നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. ശ്രദ്ധിച്ച്, ഇത് തന്നെയല്ലേ സംഭവിച്ചേ? യോസഫ് രാജ്യത്തിൽ രണ്ടാമനായിരിക്കുന്ന സമയം
കനാൻ ദേശത്ത് ഭയങ്കര ക്ഷാമം വെളിപ്പെട്ടിരിക്കുന്ന സമയം, ഈജിപ്തിൽ ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയുള്ള സമയം. ഈ സമയത്ത് ആരാണെങ്കിലും തീരുമാനിക്കുന്ന അല്ല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമാണ് അവർ കുടുംബമായി എടുത്തത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യാക്കോബിനോട് കൂടെ താന്താന്റെ കുടുംബസഹിതം മിസ്രൈമിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്. മതി. എല്ലാരെയും കൂടെ ചേർത്ത് 70 പേര്. 5-ാമത്തെ വാക്യം വായിക്കാമോ ആന്റി? യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേരായിരുന്നു. ജോസഫോ മുമ്പേ തന്നെ മിസ്രൈമിലായിരുന്നു. യോസഫിന് എല്ലാരെയും കൂടെ കൂട്ടി 70 പേര് ഇങ്ങോട്ട് വന്നു. അപ്പൊ 70 പേര് ആ സമയത്തെ ഏറ്റവും ബെസ്റ്റ് തീരുമാനം അവരെടുത്തേ. ശരിയല്ലേ? ചിന്തിച്ച് ആലോചിച്ച് കണക്ക് കൂട്ടി എടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല തീരുമാനം. പിന്നെ രണ്ടാമത്, അവർ പട്ടിണി കിടന്ന് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ജോസഫ് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സമയം വരുമെന്ന് മുമ്പേ കണ്ടിട്ട് ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാകുന്നു. അപ്പോ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോ ദൈവഹിതമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് മറിച്ച് വാദിക്കാൻ ഒരു പഴുതുമില്ല. ബുദ്ധിപരമായി ആലോചിച്ചാൽ ഇതിലും നല്ലൊരു തീരുമാനം വേറെ ഇല്ല. അവരവിടെ വന്നപ്പോൾ ഫറവോൻ അവരെ സ്വാഗതം ചെയ്തു. ഗോശൻ ദേശത്തേക്ക് അവർക്ക് സ്ഥലം കൊടുത്തു. അവരോട് അവിടെ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. വാം വെൽക്കം, ഏറ്റവും നല്ല സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ കാലക്രമേണ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വരികയും യോസഫിന്റെ പിൻതലമുറക്കാരായി ഇസ്രായേൽ ജനത്തെ മുഴുവൻ അടിമകളാക്കി തീർക്കാനുള്ള കൽപ്പന പുറപ്പെടുകയും ചെയ്തു. എന്നെ ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഏറ്റവും ഏറ്റവും നല്ല കണക്കൂട്ടലോടെ ഏറ്റവും ബുദ്ധിപരമായി എടുത്ത തീരുമാനമെന്ന് നമ്മൾ ഒരുപക്ഷെ അഹങ്കരിക്കുന്ന, അഹംഭാവം പറയുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ പാളിപ്പോകാം. അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കാര്യം മറഞ്ഞു കിടപ്പുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾക്ക് ഒരു കാരണവശാലും ചിന്തിച്ച് കണക്ക് കൂട്ടാൻ സാധിക്കത്തില്ല. വിധിയെ പഴിക്കുന്നവരും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരുമാകാം നമ്മളിൽ പലരും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വേഗം പോകാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. അവൻ അബ്രാഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവൻ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന് ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോട് നിന്റെ പിതാക്കന്മാരോട് ചേരും. മതി. ശ്രദ്ധിച്ചേ, ഇത് നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ ഏറ്റവും നന്നായി കണക്ക് കൂട്ടിയെടുത്ത തീരുമാനം ഇന്ന് ഇങ്ങനെ ആയി തീർന്നല്ലോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നിട്ടും ഈ കഷ്ടം വന്നല്ലോ, എന്നിട്ടും ഈ രോഗം വന്നല്ലോ, എന്നിട്ടും ഈ ക്ലേശം വന്നല്ലോ, എന്നിട്ടും ഈ കടഭാരം വന്നല്ലോ. കർത്താവ് പറയുന്നു, ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ ഈ പ്രശ്നം ഉണ്ടാകുമെന്നും ഈ പ്രശ്നത്തിനകത്തുനിന്ന് 400 സംവത്സരം കഴിയുമ്പോൾ ദൈവം ജനത്തെ പുറത്തെടുക്കുമെന്നും ദൈവം ഓൾറെഡി നിശ്ചയിച്ചിരുന്നു. ഒരു ദൂത് ഞാൻ പറയാം, എല്ലാ കാലവും അടിമത്തത്തിന്റെ കാലഘട്ടമല്ല, എല്ലാ കാലവും നിന്നയുടെ കാലഘട്ടമല്ല, എല്ലാ കാലവും ഊഴിയ വിചാരകന്മാരുടെ ദണ്ഡനത്തിന്റെ കാലഘട്ടമല്ല. ഈ കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പേ ഈ കാലഘട്ടം എന്ന് അവസാനിക്കണമെന്ന് ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദൈവം ഒരു കാര്യം ചെയ്താൽ, ദൈവം നിങ്ങളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അതാണ് ദൈവവചനത്തിലെ വാഗ്ദത്തം. തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും ഒക്കെ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും, ഞാൻ നിങ്ങൾക്ക് പകരം തരും. അതാണ് ദൈവവചനത്തിലെ വാഗ്ദത്തം. ശ്രദ്ധിച്ചേ, ദൈവം പറയുകയാണ്, ഇവർ ഒരു കാലത്തേക്ക് അടിമത്തത്തിനകത്തേക്ക് പോകും. ശരിയാണ്,
പക്ഷേ ഞാൻ അവരെ വിടുവിക്കാനുള്ള പദ്ധതി ഇവരെ അടിമത്തത്തിനകത്തേക്ക് വിടുന്നതിന് മുമ്പ്, ഇവർ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ്, ഇവർ കനാൻ ദേശത്ത് നിന്ന് മിസ്രൈമിലേക്ക് പുറപ്പെടുന്നതിന് 3 തലമുറ മുമ്പ്, വല്യപ്പച്ചന്റെ സമയത്ത് കൊച്ചുമോൻ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പ്, കൊച്ചുമോൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു വരാൻ പോകുന്ന ഒരു 400 സംവത്സരത്തിന്റെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഈ ജനം പട്ടുപോകത്തില്ല. മിസ്രൈമിലെ മന്ത്രവാദി എത്ര മന്ത്രവാദം ചെയ്താലും, മിസ്രൈമിലെ ഫറവോൻ എത്ര നിയമം കഠിനമാക്കിയാലും, സൂതികർമ്മിണികൾ എത്ര കളഞ്ഞു പരിശ്രമിച്ചാലും, എത്ര നൈൽ നദി കുഞ്ഞുങ്ങളെ വിഴുകുമെന്ന് പറഞ്ഞ് വാ വിളിച്ചാലും, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ദൈവം നിന്നെ പുറത്തെടുക്കുമെന്ന് നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാനുള്ള ദൈവിക പദ്ധതി ദൈവം ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിയമം എത്ര കഠിനമാക്കിയാലും, രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ വീണ്ടും, ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു ദൂത് പറയാം. ഈ ദൂത് നിങ്ങളുടെ സ്വീകരണ മുറികൾക്കകത്തേക്ക് ഒരു ഡൈനമിറ്റ് പോലെ വന്ന് വീഴട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിശബ്ദമായ വെല്ലുവിളികളാണ്. ആമേ. അത് കേട്ടവർക്ക് വേണ്ടി, കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിശബ്ദമായ യുദ്ധഭേരികളാണ്, നിശബ്ദമായ കാഹളധ്വനികളാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചേ, 40 ദിവസം രാവും പകലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിച്ചുകൊണ്ടിരുന്ന ഗോലിയാത്തിനെ തകർക്കാനായിട്ട് ദാവീദിന്റെ വായിൽ നിന്ന് വന്ന് 2 സെന്റൻസ് മതിയായിരുന്നു. ആമേൻ. ശ്രദ്ധിച്ചേ, രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ താൻ പതിവ് പോലെ ചെയ്തിരുന്നത് പോലെ വീണ്ടും അകത്തേക്ക് വന്നിട്ട്, എന്നാൽ ഇന്ന് പതിവ് തെറ്റിച്ച് രേഖ തനിക്കെതിരെ ആയിരിക്കുന്നു, രേഖയുടെ അധികാരം. ആ രേഖയെ കുറിച്ച് പറയുന്നത് എന്താണ്? മേദ്യരുടെയും പാർസ്യരുടെയും ഭേദം വരുത്താൻ പറ്റാത്ത നിയമത്തിനകത്ത് എഴുതി രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് എഴുതി ഒപ്പുവച്ചിരിക്കുന്ന ആ രേഖ തനിക്ക് വിരോധമായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ എന്ത് ചെയ്തു? വീണ്ടും കഥ കടച്ച് പതിവ് പോലെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, സാധാരണഗതിയിൽ നോക്കുന്ന ഒരുത്തൻ രേഖ വിരോധമായി എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ പേടിച്ച് മുറിക്കകത്ത് കയറി എന്തൊക്കെയോ പിച്ചും ഭയം പറയുന്നെന്നാണ് അവന് തോന്നുന്നത്. പക്ഷെ ഇതൊരു നിശബ്ദമായ വെല്ലുവിളിയാണ്. ആത്മമണ്ഡലത്തിൽ ഇവന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ ഒരു വലിയ പ്രഹരമായിട്ടാണ് പതിക്കുന്നത്. ആ ദൈവ സാന്നിധ്യത്തിലെ ദൂതന്മാർ ഇവരുടെ പ്രാർത്ഥനയുടെ ഓരോ ശബ്ദത്തിന്റെ മുകളിൽ ശക്തമായ കരഘോഷം ഉയർത്തി ദൈവസന്നിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇവന്റെ പ്രാർത്ഥന രേഖ എതിരാണെന്ന് അറിഞ്ഞിട്ടുമുള്ള ചിലരുടെ പ്രാർത്ഥന, എനിക്കറിയത്തില്ല ആ വേർഡ് ഒക്കെ വിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കെതിരെ റൂൾ പാസ്സായെന്ന് അറിഞ്ഞിട്ടും, നിനക്കെതിരെ സാഹചര്യങ്ങൾ എതിരാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് കർത്താവ് പറയുന്നു, വരുന്ന ദിവസങ്ങളിൽ ജോലി മേഖലയിൽ ചില വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ചിലരെ നോക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു ഉത്തേജനം തരുന്നു. നിങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേപ്പറും മുമ്പോട്ട് പോകത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരുക. ആമേൻ. ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരുക, നിങ്ങൾ വചനധ്യാനത്തിൽ തുടരുക. നിങ്ങൾക്കെതിരെയാണ് രേഖ എഴുതിയിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ പറച്ചിൽ മുഴുവൻ. പക്ഷെ ദാനിയേൽ എന്ത് ചെയ്യാണ്? നിശബ്ദമായ ഒരു വെല്ലുവിളിയാണ് പ്രാർത്ഥനാ മുറിയിൽ. ഞാൻ പ്രാർത്ഥിക്കും, നീ എന്നാ ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് കാണട്ടെ. ആമേൻ. പറഞ്ഞില്ല, പറയാതെ പറയുകയാണ്. പ്രാർത്ഥിക്കുന്ന ചിലരിൽ നിങ്ങൾ ഇന്ന് രാത്രി ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ചിലർ ഇന്ന് രാത്രിയിൽ ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിശബ്ദമായി നിങ്ങൾ ശക്തമായ വെല്ലുവിളി പൈശാചിക സാമ്രാജ്യത്തിന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വിഷയതല്ല, പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് തൊട്ടുപോയെന്നേ ഉള്ളൂ. ആമേൻ. ശ്രദ്ധിച്ചേ, നിശബ്ദമായ വെല്ലുവിളി നടത്തുന്ന ദാനിയേൽ ഈ പറഞ്ഞതുപോലെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? വർഷങ്ങൾക്ക് മുമ്പേ ആ മേഖലയിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, 3 തലമുറ മുമ്പേ ദൈവം പ്രവചനാത്മാവിൽ പറയുകയാണ്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തേക്ക് 400 സംവത്സരത്തേക്ക് പോകും. അവനെ അവിടെ പീഡിപ്പിക്കും. പക്ഷേ മിസ്രൈം എന്ന ഗർഭപാത്രത്തിനകത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പുറത്തെടുക്കും. വെറും 70 പേരായിട്ട് അകത്തേക്ക് കയറിയതാ. പക്ഷെ ഈ പീഡനത്തിന്റെ നടുവിൽ ഇവർ വളർന്നു. ഈ പീഡനത്തിന്റെ നടുവിൽ ഇവർ വളർന്നു.
ഈ ഊഴ വിചാരകന്മാരുടെ കഠിന വേലയ്ക്കകത്ത് ഇവരുടെ ജീവിതം കയ്പാക്കാൻ പിശാച് പഠിച്ച പണി 18 നോക്കിയിട്ടും ഇവരുടെ ജീവിതം കയ്പായില്ല. ഇവരുടെ ഇടയിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിക്കട്ടെ, കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തടയാനാണ് അവർ ശ്രമിക്കുന്നത് മുഴുവൻ. ഊഴിയവേലയുടെ നമുക്ക് എല്ലാവർക്കും 6 ദിവസം ജോലി ചെയ്താൽ 7ാമത്തെ ദിവസം ഒരു റെസ്റ്റാ അല്ലേ? അവധിയുണ്ട് 7ാമത്തെ ദിവസം. ഇവർക്ക് അവധിയില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ പണിയെടുക്കുന്നു. ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ വൃദ്ധന്മാരെന്നോ യാതൊരു പരിഗണനയും ഇല്ലാതെ അടിമകളായി പണിയെടുപ്പിക്കുന്നു. പക്ഷേ ഇവരുടെ കുടുംബജീവിതത്തിനകത്ത് കയ്പ് വരുന്നില്ല. ഇവരുടെ കുടുംബജീവിതത്തിനകത്ത് വീണ്ടും പരസ്പരം സ്നേഹിക്കാൻ ഇവരെവിടെയോ സമയം കണ്ടെത്തുകയാണ്. നിങ്ങൾ ഇതിനെ വളരെ ലാഘവത്തോടെ എടുത്തു പോകരുത്. ശ്രദ്ധിച്ചേ, ഈ ഊഴവിചാരകന്മാരുടെ വേലയ്ക്കകത്ത് 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ പലപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നല്ലേ സ്നേഹിക്കാൻ. ജെസ്സി ആന്റി എന്നോട് പറഞ്ഞു, പാസ്റ്റർ യൂട്യൂബിൽ പോകുന്നുണ്ട് ആന്റി, ഈ ഭാഗം കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടണം. ഇന്നത്തെ പെന്തക്കോസ്തുകാര് കേൾക്കേണ്ട മെസ്സേജ് ആയത്. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാച് നിങ്ങളുടെ വീടിനകത്ത് കടന്നു കഴിഞ്ഞു. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമക്കളായി ജീവിക്കുന്ന, വേർപാട് അനുഷ്ഠിക്കുന്ന ദൈവമക്കളുടെ വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ, കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം വർദ്ധിക്കണം. പരസ്പരം മിണ്ടാതെ, പരസ്പരം നോക്കാതെ, പരസ്പരം മിണ്ടാൻ പോലും സമയമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന പ്രവണതകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്രയും ഊഴ വിചാരകന്മാർ അടിമവേല ചെയ്യിപ്പിച്ചിട്ടും ഇവരുടെ അകത്ത് സ്നേഹം വർദ്ധിക്കുന്നതേ ഉള്ളൂ. അവരുടെ ജീവിതം കയ്പാക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും വീണ്ടും വീണ്ടും ഈ രാത്രിയിൽ അവർ കൂടി വന്ന് വീണ്ടും സ്നേഹിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും അടുത്ത തലമുറ ജനിക്കുകയാണ്. ഒരു വൂംബ് റിവൈവൽ ഹാപ്പൻ ചെയ്യുകയാണ്. ഇവിടെ മിസ്രൈമിന്റെ മണ്ണിനകത്ത് ഗർഭപാത്രങ്ങൾക്കകത്ത് ഉണർവിനെ വഹിക്കുന്ന ചില സഹോദരിമാർ എഴുന്നേറ്റ് വന്നു. ആമേൻ. ഗർഭപാത്രത്തിനകത്തുനിന്ന് ദൈവം ഉണർവിനെ പുറത്തെടുക്കുകയാണ്. അങ്ങനെ പുറത്തെടുത്തൊരു ഉണർവിന്റെ പേരാണ് മോശ. ആ കാലഘട്ടത്തെ മുഴുവൻ ഉണർത്താൻ ദൈവം ഉപയോഗിച്ച അഭിഷക്തൻ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, എവിടെയൊക്കെയാണോ സ്നേഹം നഷ്ടപ്പെടുത്താനായിട്ട് പിശാചി ശ്രമിക്കുന്നത്, ആമേൻ, സ്വത്രം, ഈ ലേബർ ലോ ഒന്നും ഇല്ലാത്ത കാലത്ത് അടിമകളെ പോലെ പണിയെടുപ്പിച്ച ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ, കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതയെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിനകത്ത് അതിനെതിരെ നിൽക്കുന്ന സകല പൈശാചിക മേഖലകളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ഒരു നിമിഷം കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ സംസാരിച്ച് ആത്മാവിൽ അതിനോട് പ്രതികരിച്ച് ആ ദൂതനെ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുക, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സ്വീകരിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ കുടുംബജീവിതങ്ങൾക്കകത്ത് എല്ലാ വിഘ്നങ്ങളും കൊണ്ടുവരുന്ന, സ്നേഹത്തെ എടുത്തു കളയാൻ ശ്രമിക്കുന്ന, പരസ്പരമായുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ എടുത്തു കളയാൻ ശ്രമിക്കുന്ന എല്ലാ പിശാചിന്റെ കയ്പിന്റെ വേരുകളും യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറയുന്നു. ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചേ, അപ്പോ ദൈവം മുന്നമേ പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോ മിസ്രൈം എന്ന് പറഞ്ഞ ഗർഭപാത്രത്തിനകത്ത്, ഈ ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ കൂട്ടത്തിൽ നഴ്സുമാരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മമാരെന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. നിങ്ങൾ ഈ സ്കാനിങ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ കുഞ്ഞിതെ ഇങ്ങനെ കൈ മുറിച്ച് മുസൽമാനെ പോലെ ഇങ്ങനെയാണോ വയറ്റിനകത്ത് കിടക്കുന്നത്? അല്ല. ഇങ്ങനെ എന്റെ മോളുടെ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോ ഇങ്ങനെ എന്തുവാ കിടന്നുകൊണ്ടിരുന്നത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാ. അമ്മ സ്വത്രം, ഈ കുഞ്ഞിനും ഇച്ചിരി ബുദ്ധിമുട്ടാ, വഹിച്ചുകൊണ്ട് നടക്കുന്ന അമ്മയ്ക്കും ഇച്ചിരി ബുദ്ധിമുട്ടാ. അമ്മ സ്വത്രം. അപ്പം ഈ ഗർഭപാത്രത്തിനകത്ത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വികസിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ഞെങ്ങിയും ഞെരുങ്ങിയും ഇച്ചിരി ബുദ്ധിമുട്ടിയൊക്കെയാ ഇതിനകത്ത് ഇരിക്കുന്നേ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്തൊരു വളർച്ച നടക്കുന്നുണ്ട്.
ഇതിനകത്തൊരു വളർച്ച നടക്കുന്നുണ്ട്. ഈ വളർച്ചയെ പിശാച് പേടിക്കുന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ, ചില മാസങ്ങൾക്കുള്ളിൽ ഇത് പുറത്തു വരും. ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. അതിനെ പിശാച് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. ആമേൻ. അതാണ് ഞാൻ ദൈവത്തിനെ പഠിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന്റെ പേര് ഗോഷൻ എന്നാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ മുഴുവൻ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 1,02,000 ചതുരശ്ര അടിയാണ്, സ്ക്വയർ കിലോമീറ്റർ ആണ്. 1,02,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് വലിപ്പമുള്ള ഒരു വലിയ രാജ്യമാണ്, ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഈജിപ്റ്റ്. അതിനകത്ത് എനിക്കറിയത്തില്ലേ, ഈ 1,02,000 നിങ്ങൾ ശ്രദ്ധിച്ചോ, 1,02,000 എന്റെ കൂടെ ചേർന്ന് പറയുമ്പോൾ 2,000 ഈ 2,000 എന്തോ ഏച്ച് മുഴച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു അല്ലേ? 1,10,00,000, 1,25,00,000 എന്നൊക്കെ ആണെങ്കിൽ ഒരു കണക്കിന് രസം ഉണ്ടായിരുന്നു. പക്ഷെ 1,02,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈജിപ്തിന്റെ മുഴുവൻ സ്ഥലത്തിന്റെ വിസ്തീർണം. ഇതിനകത്ത് ഈ ഗോഷൻ ദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് 2,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഗോഷൻ ദേശത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. 1,02,000 സ്ക്വയർ കിലോമീറ്റർ ഈജിപ്തിന്റെ മുഴുവൻ വിസ്തീർണം. അതിനകത്ത് ഈ അവസാനത്തെ 2,000 കിലോമീറ്റർ കൃത്യമായിട്ട് ഇങ്ങ് എടുത്തു മാറ്റിയാൽ അതാണ് ഗോഷൻ ദേശത്തിന്റെ വിസ്തീർണം. കണക്കറിയാവുന്നവർ നോക്കിയാൽ അറിയാം, ഈജിപ്തിന്റെ മുഴുവൻ 1,02,000 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 0.2%, 0.2% മാത്രമേ ഉള്ളൂ ഗോഷൻ ദേശത്തിന്റെ വിസ്തീർണം. ഈ 0.2%-നകത്തിരിക്കുന്ന ആൾക്കാരുടെ വലിപ്പം കണ്ടിട്ടാണ് ഫറവോൻ പറഞ്ഞത്, ഇവർ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഇവർ മിനിറ്റിന് വെച്ച് പെരുകുന്നു, ഇവർ അത്യന്തം ബലപ്പെട്ടിരിക്കുന്നു. ഞാൻ 2-3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 7-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി. അടിമകളെ കുറിച്ചാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത് ഹസ്ബൻഡിന് $10,000 വൈഫിന് $10,000 സാലറി ഉള്ള, നാട്ടിലൊരു 10 ഏക്കർ വസ്തുവും വീടുമുള്ള ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ചല്ല ഞാൻ വായിക്കുന്നത്. വേറൊരു രാജ്യത്ത് അടിമകളായി താമസിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ചാണ് വായിക്കുന്നത്. 1, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോന്ന് വേണമെന്ന് നോക്കിക്കോ, ഞാൻ ഇനി കള്ളം പറയാമെന്ന് വിചാരിക്കരുത്. 2, അവർ അത്യന്തം വർദ്ധിച്ചു. 3, അവർ പെരുകി. 4, ബലപ്പെട്ടു. 5, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഒറ്റ വാക്യത്തിനകത്ത് 5 കാര്യം. 1, സന്താന സമ്പന്നരായി, അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അടുത്ത 9-ാമത്തെ വാക്യം, ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാകുന്നു. 5:2, 7 സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്ങിന്റെ വേർഡ്സ് ഇവരെ കുറിച്ച് പറയുന്നു. ആരെ കുറിച്ച്? ഈ അടിമകളായ ജനത്തെ കുറിച്ച്. അവർ സ്വന്തം രാജ്യത്തല്ല, മറ്റൊരു രാജ്യത്ത് സന്താന സമ്പന്നരായി, അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു, അവർ ബാഹുല്യമുള്ളവരായി തീർന്നു, അവർ ശക്തരായി തീർന്നു. ഈ 0.2% സ്ഥലത്തുള്ള ഈ ജനത്തെ നോക്കിയിട്ട് മിസ്രൈം എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ രാജാവ് പറയാണ്, ഈ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാകുന്നു. ആമേൻ, സ്തോത്രം. നീ ഒരു ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്നത് പോലെ ഒതുങ്ങിക്കൂടി ചരിഞ്ഞ് ആരും കാണാത്ത രീതിയിൽ ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരിക്കും ഇപ്പോ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് നിനക്കൊരു വളർച്ച സംഭവിക്കുന്നുണ്ട്. ആ വളർച്ചയെ ദുഷ്ടൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയെ ഫറവോൻ പേടിക്കുകയാണ്. ഈ രാത്രി ഫറവോന് നിന്റെ വളർച്ച, പുറത്തോട്ട് നോക്കുമ്പോൾ വലിയ വളർച്ച ഒന്നും കാണുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നിന്റെ ഈ ചെറിയ വളർച്ച, നീ ആത്മാവിൽ എടുക്കുന്ന ഓരോ ഇഞ്ചും, ഇന്ന് രാത്രി നീ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഓരോ എക്സ്ട്രാ മിനിറ്റും, ഞാൻ വിശ്വസിക്കുന്നു നീ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ഓരോ എക്സ്ട്രാ മിനിറ്റും, നീ വചന വായനയ്ക്കകത്ത് വായിക്കുന്ന ഓരോ വാക്യവും, ഇന്ന് ഒരു അധ്യായം വായിച്ച നീ ഇന്ന് ഒരു അധ്യായവും 2 വാക്യവും കൂടെ വായിച്ചു കഴിയുമ്പോൾ നിന്റെ വളർച്ച കണ്ട് പിശാച് പേടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ ഗർഭപാത്രത്തിനകത്ത് നീ വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനകത്തുനിന്ന് 70 പേര് അകത്തോട്ട് കയറിയത്.
പക്ഷെ മിസ്രൈം എന്ന് പറഞ്ഞ ഗർഭപാത്രത്തിനകത്തുനിന്ന് ദൈവം പുറത്തെടുത്തത് കുറഞ്ഞത് 24 ലക്ഷം പേരെയാണ്. 6 ലക്ഷം പുരുഷന്മാർ മാത്രം. ആൾക്കൊന്നിന് ഒരു ഭാര്യ 2 പിള്ളേരും ആണെങ്കിൽ തന്നെ 24 ലക്ഷം പേര് പുറത്തിറങ്ങി. ഈ ഗർഭപാത്രത്തിനകത്ത് ദൈവം നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഓരോ ദിവസവും ഓരോ പടിയായിരിക്കും നിന്റെ വളർച്ച. പക്ഷേ ഇന്ന് രാത്രി ഓരോ പടി വെച്ചെങ്കിലും ഓരോ സെന്റിമീറ്റർ വെച്ചിട്ടെങ്കിലും ദൈവം ഇന്ന് രാത്രി നിന്നെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ വളർച്ചയെല്ലാം കൂടെ അക്യൂമുലേറ്റ് ചെയ്ത് ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി എനിക്ക് ദൈവത്തിന്റെ ദൂത് പറയാറുണ്ട്. ആ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ആ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളെ പുറപ്പാട് പുസ്തകത്തിൽ ജനത്തെ പുറത്തെടുത്തതുപോലെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നിങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. ആമേൻ. അതുകൊണ്ട് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അതുകൊണ്ട് കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. 12-ാമത്തെ വാക്യം, ഇപ്പൊ നമ്മൾ ആ വാക്യം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. എന്നാൽ പീഡിപ്പിക്കും തോറും 12-ാമത്തെ വാക്യം ആന്റി ഒന്ന് വായിക്കാമോ? എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. ജനം പെരുകും എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് ഒന്ന് നിർത്തിക്കേ ആന്റി, ഒന്ന് നിർത്തിക്കേ. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. ഇന്ന് രാത്രി പിശാച് നിന്നെ എത്രത്തോളം കഷ്ടപ്പെടുത്തിയോ അത്രത്തോളം ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. ഈ രാത്രി ദൂതിനെ സ്വീകരിക്കുക. പിശാച് എത്രത്തോളം നിന്നെ ബുദ്ധിമുട്ടിച്ചോ അത്രത്തോളം ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നു. എത്രത്തോളം നീ കരഞ്ഞോ അത്രത്തോളം ദൈവം നിന്നെ ചിരിപ്പിക്കും. എത്രത്തോളം നീ അപമാനിക്കപ്പെട്ടോ അത്രത്തോളം ദൈവം നിന്നെ മാനിക്കും. എത്രത്തോളം നിന്റെ തല കുനിഞ്ഞോ അത്രത്തോളം ദൈവം നിന്റെ തലയെ ഉയർത്തും. ആമേൻ. എത്രത്തോളം നീ താഴ്ത്തപ്പെട്ടോ അത്രത്തോളം ദൈവം നിന്നെ ഉയർത്തും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് വാഗ്ദത്തം ഉള്ളവന്റെ ഒരു ക്യാരക്ടറാണ്. ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ തലയുടെ മേൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഇന്ന് രാത്രി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കും തോറും നിങ്ങൾ വളരും. നിങ്ങളുടെ ചിലരുടെ തലയിൽ ഇന്ന് ഞാൻ വെർച്വലി ആത്മാവിൽ കൈവച്ച് നിങ്ങളുടെ തല ഞാൻ ഈ പിടിച്ചു കുലുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടോ അത്രത്തോളം വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. ഞാൻ എല്ലാ പരിശുദ്ധാത്മാവും നിങ്ങളുടെ തല ഇന്ന് രാത്രി തൊടട്ടെ. കർത്താവ് നിങ്ങളുടെ തലയെ തൊട്ട് പറയുന്ന വാക്കിതാണ്, പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. നിങ്ങൾക്കൊരു വർധനമുണ്ടാകട്ടെ. എത്രത്തോളം പീഡിക്കപ്പെടുന്നു, എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, എത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നു, എത്രത്തോളം കർത്താവിന് വേണ്ടി പിടിച്ചു നിന്നു, അത്രത്തോളം ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, അത്രത്തോളം ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. അടുത്ത ഭാഗം ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ആരെ പേടിക്കുന്നേ? ഇവരെ അടിമകളാക്കി വെച്ച് കുന്തം, വാള്, രഥം, കുതിര ഇതെല്ലാം കയ്യിലുള്ള ഫറവോൻ ഈ 0.2%, കണക്കറിയാവുന്നവർക്ക് കൃത്യമായിട്ടറിയാം, 0.2% എന്ന് പറയുന്ന വളരെ ഒട്ടും ആരും പരിഗണിക്കാൻ സാധ്യതയില്ലാത്ത വളരെ ചെറിയൊരു ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തെ പിശാചി പേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവരെല്ലാ ദിവസവും രാവിലെ അടികൊള്ളുന്നവരാ. എല്ലാ ദിവസവും കോട്ട തികയ്ക്കാത്തതിന്, ടാർഗറ്റ് തികയ്ക്കാത്തതിന് മുകളിലിരിക്കുന്നവന്റെ വായിലിരിക്കുന്ന മുഴുവൻ അസഭ്യവും കേൾക്കുന്നവരാ. കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ചു നോക്കുമ്പോൾ നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറഞ്ഞ് എല്ലാ ദിവസവും അപമാനിക്കപ്പെടുന്നവനാ. എല്ലാ ദിവസവും അവന്റെ സ്വയഭിമാനം പണയം വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി വീണ്ടും വെളിയിലിറങ്ങിപ്പോയി ആ നാണം കെട്ട കാര്യം ചെയ്യേണ്ടവനാ. പക്ഷെ അവനെ നോക്കി ദൈവത്തിന്റെ വചനം പറയുന്നു, പീഡിപ്പിക്കും തോറും മറ്റാരും അറിയാതെ ഇവൻ വളരുകയായിരുന്നു. പീഡിപ്പിക്കും തോറും മറ്റാരും അറിയാതെ ഇവനൊരു വളർച്ച സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഓരോ അടി യേശുവിന്റെ ശരീരത്തിൽ വീഴുമ്പോഴും അത്രയേറെ പാപക്ഷമയുടെ, അത്രയേറെ രക്ഷയുടെ ഒരു ഉറവ അവിടെ തുറന്നതുപോലെ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഏറ്റവും ഓരോ പ്രഹരവും ദൈവരാജ്യത്തിന്റെ, നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതികളുടെ അത്രമേൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളാകുന്നുവെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു. പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ നിമിത്തം മിസ്രൈമ്യർ പേടിച്ചു. ഇപ്പം അവരുടെ സ്റ്റേറ്റസ് നിന്റെ മുകളില.
ഞാൻ മനുഷ്യരെ കുറിച്ചല്ല പറയുന്നത്. അവന്റെ സ്റ്റേറ്റസ് നിന്റെ മുകളിലാണ്. പക്ഷേ കർത്താവ് പറയുന്നു, നീ പോലും അറിയാതെ നിന്നെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ പോലും അറിയാതെ നിന്നെ കുറിച്ചുള്ള പേടി അവന്റെ മേൽ വീണിരിക്കുകയാണ്. നീ പോലും അറിയാതെ ചിലർ നിന്നെ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അതിനെ കാണുന്നില്ല. പക്ഷെ ഞാൻ ചിലരെ നോക്കി, നിങ്ങളുടെ ലൈഫിനെ നോക്കി ഇന്ന് രാത്രി ഞാനൊരു പ്രൊഫറ്റിക് വേർഡ് പറയാം. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ ചിലരുടെ മേൽ ദൈവത്താൽ നിങ്ങളെ കുറിച്ചുള്ള ഭയം വീണിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യെസ്, യെസ്. 13-ാം വാക്യം, ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. 14-ാമത്തെ വാക്യം, കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച സകല പ്രയത്നങ്ങളാലും. അവസാനത്തെ പോർഷൻ മാത്രം ഒന്ന് വായിക്കാൻ വേണ്ടി. അവർ അവരുടെ ജീവനെ കയ്പാക്കി. ശ്രദ്ധിച്ചോ, ഒറ്റ ജോലിയല്ല. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച. ഫോർ എക്സാമ്പിൾ, കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച വേല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. നമുക്ക് വെള്ളം കോരാൻ 2-3 മാർഗമുണ്ട്. വെള്ളം എടുക്കാനേ ഇപ്പം വീട്ടിൽ സ്വിച്ച് ഇട്ടാൽ മോട്ടോർ താഴെ പ്രവർത്തിച്ച് ടാങ്കിലേക്ക് വെള്ളം കയറുന്ന സംവിധാനം ഒന്നുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ വെള്ളം കോരിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനിയും യേശുവിന്റെ കാലത്ത് ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കിണറ്റിനകത്തേക്ക് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് വെള്ളം കോരി എടുത്ത് തലയെ ചുമന്നുകൊണ്ട് വരും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് കൂടിയ സംവിധാനം ഏതാണ്? 3-ാമത് പറഞ്ഞതാ. ഒന്ന്, ദൂരെ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരണം. അതുകൂടാതെ കിണറ്റിലേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്ന് വെള്ളം കോരി തലയെ വെച്ചോണ്ട് സ്റ്റെപ്പ് കയറി മോളി വരണം. ഇതിനകത്ത് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ സ്റ്റെപ്പ് എങ്ങാനും തെന്നി താഴെ വീണ് കഴിഞ്ഞാൽ കിണറ്റിനകത്ത് വീഴുമല്ലോ ദൈവമേന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. വെള്ളം എടുക്കാൻ പോകുന്ന സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷെ ഈ മൂന്നാമത്തെ ഉപാധിയാണ് ഏറ്റവും കഠിനമായത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെ കൊണ്ട് കഠിനമായി വേല ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എളുപ്പ വഴി ഉണ്ടെങ്കിൽ പോലും ഇവരെ കൊണ്ട് എളുപ്പ വഴി ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്ത് ചെയ്യും? കഠിനമായി വേല ചെയ്യിപ്പിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ഒരു വീട്ടിൽ മിക്സി ഉണ്ടായിട്ടും ആ വീട്ടില് മരുമോളെ കൊണ്ട് അമ്മച്ചി എന്ത് ചെയ്യിക്കത്തില്ല, മിക്സി ഉപയോഗിക്കത്തില്ല, കല്ലെ തന്നെ അരയ്ക്കാൻ പറയുമായിരുന്നു. അത് എന്നാന്ന് ചോദിച്ചാൽ, പാസ്റ്റർ കല്ലിൽ അരച്ചാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ എന്നാ പറയുന്നത്. കഠിനമായി വേല ചെയ്യിപ്പിച്ചു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ചിലർ ചിരിക്കുന്നുണ്ട്, ചിലർ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നു. ചിരിക്കുന്നതിന് പ്രശ്നമില്ല. ആമേൻ, സ്വതന്ത്രം. ശ്രദ്ധിച്ചേ, കഠിനമായി വേല ചെയ്യിപ്പിച്ചു. ഒരുപാട് കഠിനമായ വേല ചെയ്യിപ്പിച്ചു. എന്താ? ഈസി ആയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടും ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ ജീവനെ കയ്പാക്കണം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇന്ന് രാത്രി പലപ്പോഴും നമ്മൾ ഈ കഠിനമായ വേലയാ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു അജണ്ട ഉണ്ട്. ഇതിന്റെ പുറകിലുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇവരുടെ ജീവനെ കയ്പാക്കണം. ഇവരുടെ ജീവനെ കയ്പാക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നേരത്തെ പറഞ്ഞ ദൂത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ദൂതായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നേരത്തെ എന്നെ ഉദ്ദമിപ്പിച്ചത് കൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞതേ ഉള്ളൂ. വചനത്തിന്റെ വെളിപ്പാടിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തെ കയ്പാക്കാൻ അനുവദിക്കരുത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കയ്പിന്റെ വേരുകൾ പുറത്തു പോകട്ടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിനകത്തുള്ള കയ്പിന്റെ വേരുകൾ ഇന്ന് രാത്രിയോടെ പരസ്പര മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്ത രീതി, ക്ഷമിക്കാൻ പറ്റാത്ത രീതി, എവിടെ കയ്പിന്റെ വേരിടുന്നേ? യേശുവിന്റെ നാമത്തിൽ കഠിന വേല നിമിത്തം നിങ്ങളുടെ ജീവിതത്തെ കയ്പാക്കാൻ പിശാചി ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ഈ വചനം ഇന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് കയറി, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് വന്ന്, നിങ്ങളുടെ ലിവിംഗ് റൂമിനകത്ത് വന്ന് ഈ വചനം ആ പദ്ധതികളെ നിർവീര്യമാക്കി കളയുന്ന യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എന്നിട്ടും ഇവരുടെ ജീവിതം കയ്പായില്ല. എന്നിട്ടും
എന്നിട്ടും കയ്പാക്കിയിട്ടും ഇവരുടെ ലൈഫിൽ കയ്പിനെ വിതയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കാത്തത് കൊണ്ട്, എന്നാൽ മിസ്രൈം രാജാവ്, 15-ാമത്തെ വാക്യം, മിസ്രൈം രാജാവ് ശില്പ എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി കർമ്മിണികളെ എബ്രായ സ്ത്രീകളെ കാണുമ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ പെണ്ണാകുന്നെങ്കിൽ എന്നെ ജീവനോട് രക്ഷിക്കണം, ആൺകുട്ടിയാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം എന്ന് പറഞ്ഞു. സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോ മിസ്രൈം രാജാവ് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ എന്ത് പരിപാടിയെ കാണിക്കുന്നത്? എന്റെ ഡയറക്റ്റ് ഓർഡർ ആണോ നിങ്ങൾ ഡിസൊബേ ചെയ്യുന്നത്? രാജാവാണ്, രാജാവ് പറഞ്ഞ ഡയറക്റ്റ് ഓർഡർ നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചു. സൂതി കർമ്മിണികൾ ഭർമ്മനോട്, എബ്രായ സ്ത്രീകൾ മിസ്രൈമി സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറവുള്ളവർ. സൂതി കർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. നേരത്തെ 7 കൂട്ടം കാര്യം പറഞ്ഞു, 8ാമതൊന്നും കൂടെ തിറവുള്ളവർ. ഇത്രയും പീഡിപ്പിച്ചിട്ടും, ഇത്രയും അടി കിട്ടിയിട്ടും, ഇത്രയും അസഭ്യം കേട്ടിട്ടും, ഇത്രയും ഇവരെ പീഡിപ്പിച്ചിട്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, പീഡിപ്പിക്കും തോറും ഇവർ വളർന്നുകൊണ്ടേയിരുന്നു, പീഡിപ്പിക്കും തോറും ഇവർ ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. സൂതി കർമ്മിണികൾക്ക് അടുത്തെത്താൻ പറ്റുന്നതിന് മുമ്പ് തന്നെ പ്രസവിക്കുന്ന തിറവുള്ള സ്ത്രീകൾ അവരുടെ ഇടയിൽ ഉണ്ടായി വന്നു. ആമേൻ. ഇന്ന് രാത്രി ആരാ സ്വീകരിക്കുന്നത്? ഇതുപോലെ ഉറപ്പും ധൈര്യമുള്ളവരായിത്തീരുന്ന പിശാചിന്റെ പദ്ധതി നിനക്കെതിരെ ഇല്ലെന്ന് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കത്തില്ല. പക്ഷെ പിശാചിന്റെ പദ്ധതികൾ നിന്റെ നേരെ വരുന്നതിന് മുമ്പേ നിന്റെ വിടുതലിനെ നീ സ്വീകരിച്ച് ആ സ്ഥലത്തുനിന്ന് മാറിയിരിക്കും. ആമേൻ. നിന്റെ നന്മയെ പിശാച് എടുത്തുകൊണ്ട് പോകത്തില്ല. പിശാച് നിന്റെ നന്മയെ റാഞ്ചാൻ വരുന്നതിന് മുമ്പ് ഒരു തള്ളക്കോഴിയെ പോലെ നീ ആത്മാവിൽ ശക്തിയോടെ തിറവുള്ളവരായി എഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി അങ്ങനെ ചിലർ എഴുന്നേറ്റ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. പിശാചിനെ ഓടിക്കുന്ന ചിലർ എഴുന്നേറ്റ് വരട്ടെ. പിശാചിന് നിന്നു കൊടുക്കാത്ത ചിലർ എഴുന്നേറ്റ് വരട്ടെ. ഈ പീഡനത്തിന്റെ നടുവിൽ ഈ ക്യാരക്ടർ ദൈവം ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പീഡനങ്ങളുടെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ഉള്ളിൽ ദൈവം ഈ സ്വഭാവത്തെ ഇട്ടു തരികയാണ്. ആമേൻ. ഈ സ്വഭാവം ഉള്ളിലുള്ളവർക്ക് അടുത്ത ജനറേഷനിൽ മല്ലനെ എറിഞ്ഞിടുന്ന ദാവീദുമാരെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. അടുത്ത ജനറേഷനിൽ ദൈവത്തിന് വേണ്ടി യോർദാനെ അടിക്കുന്ന ഏലിയാവുമാരെ, എലീശമാരെ എഴുന്നേൽപ്പിക്കാൻ ഇവരുടെ ഉള്ളിൽ നിന്നേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം തിറവുള്ള ചിലരെ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിനകത്തും, ഈ സംഭാഷണത്തിനകത്തും, ഈ വചന കേൾവിക്കകത്തും ദൈവം തിറവുള്ള ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്നലെ വരെ നിങ്ങൾ ബലഹീനരായിരുന്നു, ഇന്നലെ വരെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇന്നലെ വരെ നിങ്ങൾ ഒരു തൊട്ടാവാടിയായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, ഇന്നു മുതൽ കർത്താവിന്റെ ഒരു എക്സ്ട്രാ ബോൾഡ്നെസിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം ഇടാൻ പോവുകയാണ്. നിങ്ങൾ ചിലർ തിറവുള്ളവരായി മാറാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. നിങ്ങൾ ചിലർ വളരെ തിറവുള്ളവരായി മാറട്ടെ. നിങ്ങൾ ചിലർ വളരെ ബോൾഡായി മാറട്ടെ. നിങ്ങൾ ചിലർ ചിലതിനെ ഭയമില്ലാത്തവരായി ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നവരായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അങ്ങനെ അതുകൊണ്ട് 21-ാമത്തെ വാക്യം വായിക്കാൻ വേണ്ടി. ഗർഭിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് കുടുംബവർദ്ധന നൽകി. മതി, ശ്രദ്ധിച്ച്. ദൈവത്തെ ഭയപ്പെട്ട സൂതി കർമ്മിണികൾ ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അവരെ കൊന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് ദൈവം അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ കൊടുത്ത്? കുടുംബവർദ്ധന. ഞാൻ ആ വചനത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുക. ഈ നിങ്ങൾ നാളെ പറയാം, ബെഞ്ചമിൻ പാസ്റ്ററിനെ ദൈവം ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. അതെന്നാ? അദ്ദേഹത്തിന് ഭയങ്കര ശുശ്രൂഷ ദൈവം കൊടുത്തു. എന്നെ കുറിച്ച് പറയാലോ, എന്നെ കുറിച്ച് ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞോട്ടെ, എനിക്ക് വിഷമത്തില്ലെന്ന് വിചാരിക്കുന്നു. ക്യാൻസർ രോഗികളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക പോലും വേണ്ട, അടുത്ത് വന്ന് നിന്നാലൊക്കെ മുഴകൾ അടന്നെ അപ്രത്യക്ഷമാകും. അങ്ങനെ ഭയങ്കര കൃപാവരം ദൈവം കൊടുത്തു. ആൾക്കാർ അടുത്ത് ചെന്നാൽ ഉടനെ അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും. ഭയങ്കര കൃപാവരം ദൈവം കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സൂമിനകത്ത് എന്നെ കൂടെ കൂട്ടി ഇപ്പൊ 28 പേരുണ്ട്. നിങ്ങൾ 28 പേർക്കും
ഇങ്ങനെ ഇതേപോലെ ശുശ്രൂഷിക്കാൻ ദൈവം കൃപാവരം കൊടുത്തെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തു പറയുമോ ബെഞ്ചമിൻ പാസ്റ്റർ ദൈവം ഭയങ്കര കുറവ് കൊടുത്തെന്ന്? സാധ്യതയില്ല, ഇല്ലേ? സാധ്യതയില്ല. സാധാരണഗതിയിൽ ആൾക്കാർക്ക് സംഭവിക്കാത്തത് എന്തോ അവർക്ക് സംഭവിക്കും. ഒരു വ്യക്തിക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ദൈവം അവരെ ഭയങ്കരമായിട്ട് ബ്ലസ് ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ആരാ? ഓബേദേദോമിന്റെ വീട്ടിൽ 3 മാസം പെട്ടകം വരുന്നു. ദൈവം അവനെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചെന്നുള്ള ശ്രുതി എവിടം വരെ കേട്ടു? ദാവീദ് രാജാവിന്റെ കൊട്ടാരം വരെ കേട്ടു. അവൻ മഹാധനികനായി തീർന്നു. 3 മാസം കൊണ്ട് എങ്ങനെയാ ഒരുത്തൻ ഭയങ്കര ധനികനാകുന്നത്? എനിക്കറിയത്തില്ല. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് ദൈവം അവനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഈ മിസ്രൈമ സ്ത്രീകളായ ഈ ശ്രുതി കർമ്മികളെ ദൈവം അവർക്ക് നന്മ ചെയ്തു എന്ന് വചനം പറയുന്നു. ദൈവം അവർക്ക് നന്മ ചെയ്തു. എന്നിട്ട് അവർക്ക് എന്ത് കൊടുത്തു? എന്താ ദൈവം അവർക്ക് കൊടുത്ത നന്മ? അവർക്ക് കുടുംബവർദ്ധന കൊടുത്തു ദൈവം. എന്നെ നാച്ചുറലി എന്റെ സാമാന്യ ബുദ്ധിക്ക് ഞാൻ ചിന്തിക്കുക, ഈ കുടുംബവർദ്ധന എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും കിട്ടാത്ത ഒരു കാര്യമാണെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്റെ കൂടെ യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവർത്തി കാണിക്കാമോ? നിങ്ങൾ ആരും എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് 2 കൈ, 3 കൈ, 4 കൈ കണ്ടു. ഓക്കെ, 5 കൈ കണ്ടു. ആമേൻ, സ്തോത്രം. 6 കൈ. ഓക്കെ, ഭൂരിപക്ഷം ആൾക്കാരും യോജിക്കുന്നു. അതുകൊണ്ട് 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 ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം എന്ത് ചെയ്യുകയാണ്? സൂതി കർമ്മിണികളെ അവരെ അനുഗ്രഹിച്ചു. അവർക്ക് കുടുംബവർദ്ധനവ് നൽകി. കുടുംബവർദ്ധനവ് നൽകി അവരെ അനുഗ്രഹിച്ചു. സാധാരണഗതിയിൽ ആൾക്കാർക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് ദൈവം അവർക്ക് കൊടുത്തത്. സാധാരണഗതിയിൽ ആൾക്കാർക്ക് കിട്ടാത്തൊരു നന്മ ദൈവം അവർക്ക് ചെയ്തത് കൊണ്ടല്ലേ അവർക്ക് വേണ്ടി ദൈവം നന്മ ചെയ്തു, അവർക്ക് കുടുംബവർദ്ധന നൽകിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഒരു ടോപ്പ് സീക്രട്ട്. ഒരു സൈഡിൽ പിശാച് പദ്ധതി ഒരുക്കുകയാണ് എന്ത് ചെയ്യാൻ? ഇസ്രായേൽ മക്കളുടെ അടുത്ത തലമുറയെ മുഴുവൻ നശിപ്പിക്കാൻ, ഇവർ വർദ്ധിക്കുന്നത് തടയാൻ പിശാച് ഒരു പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുക. സൂതി കർമ്മിണികളെ കൊണ്ടുവരുന്നു, കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിയണമെന്ന് പറയുന്നു. പക്ഷെ മറു സൈഡിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചിലതിന്റെ ഉറവിടങ്ങളെ, ചിലതിന്റെ മൾട്ടിപ്ലിക്കേഷനെ ദൈവം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പിശാച് നിനക്കെതിരെ ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോ ദൈവം വെറുതെ ഇരിക്കത്തില്ല. ദൈവം അടയ്ക്കേണ്ട ചിലതിനെ അടയ്ക്കും. ആമേൻ. പ്രത്യക്ഷത്തിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന സമയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അടയ്ക്കേണ്ട ചിലതിനെ അടയ്ക്കും. ദൈവം തുറക്കേണ്ട ചിലതിനെ തുറക്കും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ അടയ്ക്കേണ്ട ചിലതിനെ അടയ്ക്കുകയാണ്. ദൈവത്തിന് തുറക്കാൻ താല്പര്യമുള്ള ചിലതിനെ ദൈവം തുറന്നു വിടുകയാണ്. ഇന്ന് രാത്രി ദൈവം എന്ത് ചെയ്യുന്നു? ഈ മിസ്രൈമിന്റെ സകല ശക്തികളെയും അതിന്റെ ബലത്തെ ദൈവം അടയ്ക്കുകയാണ്. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം സ്പെഷ്യൽ ഫേവറുകളെ തുറക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം കാണിക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ദൈവം ആരും അറിയത്തില്ല. ദൈവം ചിലപ്പോൾ ചെയ്തു തുടങ്ങുമ്പോൾ ആരും അറിയത്തില്ല. പക്ഷെ ദൈവം ചെയ്ത് തീർക്കാറാകുമ്പോൾ, ദൈവം ചെയ്ത് തീർത്തു കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നീ ചിന്തിക്കും, അന്ന് പിശാച് എനിക്കെതിരെ ഈ പദ്ധതി ഒരുക്കിയപ്പോൾ ദൈവം ഈ കാര്യം എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നോർത്ത് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദിവസങ്ങൾ ഉണ്ടായി വരും. ഞാനത് 100% വിശ്വസിക്കുന്നു. ആമേൻ. പിശാച് എവിടൊക്കെ പദ്ധതികൾ ഒരുക്കുന്നോ നിന്നെ അപമാനിക്കാൻ, നിന്നെ ഇല്ലാതാക്കാൻ, പിശാച് എവിടൊക്കെ പദ്ധതികൾ ഒരുക്കുന്നോ അവിടെ എല്ലാം ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം ഓരോന്നോരോന്നായി നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ആമേൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ശ്രദ്ധിച്ചേ, പുറപ്പാട് പുസ്തകം തന്നെ അതിന്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് ഓടി വന്ന പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളെല്ലാം കൂടെ രഫീദീമിലെത്തി.
ആമേൻ. രഫീദീമിലെത്തി. അവരവിടെ പാളയം ഇറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഇല്ലായിരുന്നു. ഈ രഫീദീം എന്ന് ഉള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? റെസ്റ്റിംഗ് പ്ലേസ്, റെസ്റ്റ് കിട്ടുന്ന സ്ഥലം, സമാധാനം കിട്ടുന്ന സ്ഥലം. ഇതാണ് രഫീദീം എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ ജനം അവിടെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾ കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞു. മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. താഴോട്ട് വായിച്ചു വരുമ്പോൾ യഹോവ ഞങ്ങളുടെ നടുവിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായി അവരുടെ ചോദ്യം. കാരണം അവർ നോക്കിയപ്പോ ദാണ്ടടാ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്നു, രഫീദീമിലെത്തി, വെള്ളമില്ല. രഫീദീം എന്ന വാക്കിന്റെ അർത്ഥം റെസ്റ്റിംഗ് പ്ലേസ് എന്നാണ്. എന്താണ് റെസ്റ്റിംഗ് പ്ലേസ്? റെസ്റ്റ് കിട്ടേണ്ട സ്ഥലം, സമാധാനം അനുഭവിക്കേണ്ട സ്ഥലം. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യം ഇതാണ്, രഫീദീമിൽ എത്തിയപ്പോൾ പെട്ടെന്ന് എന്തില്ല? വെള്ളമില്ല. പെട്ടെന്ന് അവർ ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങി, ദൈവത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവത്തിനെതിരെ പിറുപിറുത്തിട്ട് അവർ പറയുകയാണ്, ഈ ഞങ്ങള് മിസ്രൈമിൽ നിന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ത് എന്ന് പറഞ്ഞു. ഓ, ഭയങ്കര ഭയാനകമായ സിറ്റുവേഷൻ. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ മിസ്രൈമിൽ വെച്ച് അടിച്ച വടിയുണ്ടല്ലോ, ആ വടി ഒന്ന് കയ്യിലെടുത്തേ. നീ നദിയെ അടിച്ച വടിയില്ലേ, ഏതാ? ചെങ്കടല് രണ്ടാകാൻ വേണ്ടി വിഭാഗിക്കാനായിട്ട് നീട്ടിയ വടിയല്ല. നീ മിസ്രൈമിൽ വെച്ച് വടിയെ എടുത്തിട്ട് വടി കൊണ്ടൊന്ന് ചെങ്കടലിനെ അടിച്ചായിരുന്നല്ലോ, ആ വടി ഒന്ന് കയ്യിലെടുക്കാമോ? എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കൾ കാണുക, നീ ഹോരേബിൽ വരണം, ഞാൻ അവിടെ പാറയുടെ മുകളിൽ നിൽക്കും, നീ പാറ അടിക്കണം, ഉടനെ ജലത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ശ്രദ്ധിച്ച്, ഈ വടി കൊണ്ട് കഴിഞ്ഞ തവണ മോശ നദി അടിച്ചപ്പോൾ അതിനകത്ത് നിന്ന് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? രക്തം വെള്ളമായി തീർന്നു. 3 ദിവസത്തേക്ക് വെള്ളം കൂടി മുട്ടിച്ച വടിയായത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 3 ദിവസത്തേക്ക് വെള്ളം കൂടി മുട്ടിച്ച വടിയാണ് ഇപ്പൊ ദൈവം കയ്യിലെടുക്കാൻ പറഞ്ഞേക്കുന്നത്. നദി അടിച്ചപ്പോൾ 3 ദിവസത്തേക്ക് വെള്ളം രക്തമായി തീർന്നു. 3 ദിവസത്തേക്ക് വെള്ളം കൂടി മുട്ടിച്ച ഹിസ്റ്ററിയുള്ള, കഴിഞ്ഞ നാളുകളിലെ ഹിസ്റ്ററി നോക്കുമ്പോൾ 3 ദിവസത്തേക്ക് വെള്ളം കൂടി മുട്ടിച്ച വടിയാണ് മോശയുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. കർത്താവിനോട് പറയുന്ന വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വിഷയമല്ല. കർത്താവ് ഇന്ന് രാത്രി ഈ വടി വീണ്ടും കയ്യിലെടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വീണ്ടും ആ വടി കയ്യിലെടുക്കുക. കർത്താവ് പറയുന്നു, കഴിഞ്ഞ തവണ ഇത് വെള്ളം കൂടി മുട്ടിച്ചതാണെങ്കിൽ ഈ തവണ പാറയടിച്ചോ, പാറയുടെ മുകളിൽ ഞാൻ നിൽപ്പുണ്ട്. ക്രൂശിൽ കൈ വീഴ്ച നിന്ന യേശു, ഈ പാറയുടെ മുകളിൽ ഞാൻ നിൽപ്പുണ്ട്, ഈ പാറയടിച്ചോ, ഇതിനകത്തുനിന്ന് രക്തവും വെള്ളവും പുറപ്പെടും. അനേകരുടെ ജീവജലത്തിന്റെ ദാഹം തീർക്കുന്ന, നിത്യരക്ഷയിലേക്ക് അനേകരെ കൊണ്ടുവരുന്ന ഒരു നദി എന്നിൽ നിന്ന് പുറപ്പെടും. പാറയ്ക്കല്ല അടി കിട്ടിയത് ദൈവമക്കളെ. കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ, ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. സത്യത്തിൽ ആർക്കാ അടി കിട്ടുന്നത്? പാറയുടെ മുകളിൽ നിൽക്കുന്നവന്. എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു, അടിക്കപ്പെട്ട പാറ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. ആ പാറ അടികൊണ്ടത് മരുഭൂമിയിൽ ജനത്തിന് മരിച്ചു പോകാതെ ജീവജലം കിട്ടേണ്ടതിനാണെങ്കിൽ 2000 വർഷങ്ങൾക്കപ്പുറത്ത് ക്രൂശിൽ യുഗങ്ങളുടെ പാറയായ ക്രിസ്തു വീണ്ടും അടിയേറ്റത്, വിലാപ്പുറം കുത്തിത്തുളച്ചത്, അവസാനത്തെ തുള്ളി രക്തത്തിന് ശേഷം വീണ്ടും വെള്ളം പുറപ്പെട്ടു വന്നത് ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും നിത്യജീവനിലേക്ക് എത്തപ്പെടേണ്ടതിനും നമ്മുടെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകേണ്ടതിനും നിത്യജീവൻ ലഭിക്കാതെ നമ്മൾ നിത്യനരകത്തിന് അവകാശികളായി തീരാതെ നമ്മൾ ഓരോരുത്തരും നിത്യജീവനിലേക്ക് എത്തേണ്ടതിനുമാണ് കർത്താവ് അടിക്കപ്പെട്ടത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മിസ്രൈം നിങ്ങളെ തകർക്കത്തില്ല, മിസ്രൈം നിങ്ങളെ ഉടച്ചു കളയത്തില്ല.
വാഗ്ദത്തം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ട ഒരു പാറ ക്രൂശിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രൂശിൽ ഉയർന്നു നിൽക്കുന്നു. ക്രൂശിൽ ക്രിസ്തു ഉള്ളിടത്തോളം കാലം നിന്റെ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും. നിന്നെ ദൈവം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. പിതാക്കന്മാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ദൈവിക ഇടപെടൽ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ഈ തലമുറയിൽ നിങ്ങൾ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് അയക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ പ്രാർത്ഥനകൾ വെറുതെ അല്ല. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസി കുടുംബം, ഈ മിനിസ്ട്രി, റഹബോത്ത് മിനിസ്ട്രി, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി